ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഓഫീസിൽ വരുന്നത് ഓഫീസ് കാര്യത്തിൽ ശ്രദ്ധിക്കാനാണോ അതോ മറ്റുള്ളവരുടെ ലൈഫ് ഹിസ്റ്ററി അന്വേഷിക്കാനാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കാര്യം എന്താ? കുറ്റം ചെയ്തിട്ട് അത് ചോദിക്കുമ്പോ നിന്ന് സർക്കസ് കളിക്കുന്നു. എന്ത് കുറ്റമാണ് ചെയ്തതെന്ന് ബോധ്യമാവണ്ടേ? അതാ ചോദിച്ച. ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടേഴ്സ് ഋതികയും വർമ്മസോറ് അവര് സംസാരിക്കട്ടെ. നിങ്ങൾ എന്തിനാ ഇടയ്ക്ക് കയറി തള്ളുന്ന? നിനക്ക് കാര്യം മനസ്സിലാകാഞ്ഞിട്ടാ രാജു. 20 കോടിയാ ഒരു ചെറിയ കാര്യത്തിന് ലോസ്. അതും ഇവളുടെ ഉത്തരവാദിത്വം ഇല്ലായ്മ ഉണ്ട്. എനിക്കിതുവരെ കാര്യം മനസ്സിലായില്ല. അവൾക്കൊന്നും മനസ്സിലാവില്ല. അവളുടെ മനസ്സിൽ വേറെ പലതുവാ. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക സാന്ദ്ര. മാഡം, ഫ്രെഡി മാർക്ക് അസോസിയേറ്റ് കമ്പനിയിലേക്ക് പോവേണ്ട എമൗണ്ട് മാഡം കൃത്യമായി അയച്ചിട്ടില്ല. അതുമല്ല, പലതരം ക്രമക്കേടുകളും ഈ കമ്പനി കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവര് 20 കോടി രൂപ പെനാൽറ്റി ചുമത്തിയിരിക്കുക. പെനാൽറ്റിയോ? ഇതൊന്നും ഞാൻ അറിയാത്ത കാര്യമാ. ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ട്. ഈ ഓഫീസിൽ കയറി നിന്നെ ആര് ചതിക്കാനാ? ഇത് നിന്റെ ഓഫീസാ. നീയാ ഇവിടുത്തെ MD. ഉത്തരവാദിത്വം ഇല്ലായ്മ അലസതയും കാണിച്ചിട്ട് കൈയൊഴിയുന്നോ? ഓഫീസ് കാര്യങ്ങള് വളരെ കൃത്യമായിട്ടാണ് ഞാൻ ചെയ്തത്. എല്ലാ കാര്യത്തിലും എന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്നിട്ടാണോ ഒറ്റയടിക്ക് 20 കോടി രൂപ പോയത്? $20 കോടി പോയാ അവക്കെന്താ? കാട്ടിലെ തടി, തേവരുടെ ആന, വലിയടാ വലി. പഠിക്കാൻ വിട്ട പഠിക്കില്ല. ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ച അതും ചെയ്യില്ല. എവിടെ ചെന്നാലും പ്രശ്നം, എന്തു തൊട്ടാലും കുഴപ്പം. മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ ചിരിച്ചവൾ. കോമൺ സെൻസ് പോലുള്ളൊരു ജന്മമാണല്ലോ നീ. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഞാനിതില് നിരപരാധിയാ. ഇതിലെന്തോ വലിയ ചതി നടന്നിട്ടുണ്ട്. പണ്ടേ നിനക്കുള്ളതാ ഈ സ്വഭാവം. തെറ്റ് ചെയ്തിട്ട് കിടന്ന് ഉരുളുക, എന്നിട്ട് സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുക. എന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ കരയരുത്. എനിക്ക് ഇത്തരക്കാരുടെ കരച്ചിൽ കാണാൻ താല്പര്യമില്ല. പോ എന്റെ മുന്നിൽ നിന്ന്. നോവിനാലേ